ജോയ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ സന്തോഷം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ്. പ്രാർത്ഥനയിൽ സന്തോഷിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പുള്ളപ്പോഴല്ലേ. എനിക്ക് ഓടിച്ചെന്ന് കാണാൻ പോകുന്ന ആളിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഇപ്പം നമ്മൾ തന്നെ സ്ത്രീകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരാളിൽ കൂടെ ഒരു നന്മ ചെയ്യാമെങ്കിൽ വരുമ്പോൾ നമുക്ക് അവിടെ പോകാം, നമുക്കൊന്നിച്ച് പോയി കാണാം. ഇപ്പോൾ നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊന്നിച്ച് പോകാം. കാരണം അവിടെ ചെന്നാൽ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ പോകുന്നതിലും ഒരു സന്തോഷമാണ്. കാരണം അവിടെ ചെല്ലുമ്പം കിട്ടുന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനെ എത്രയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ, ഒന്നിച്ചു പോകാനായിട്ട്. ആരെങ്കിലും ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് പോവുക. കർത്താവ് പറയുന്നത് ദെർ ഈസ് ജോയ് ഇൻ പ്രെയർ. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും സന്തോഷിക്കുക തന്നെയാണ് ചെയ്തത്. പലപ്പോഴും യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പം യേശു അതിരാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ പോയി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞേച്ച് യേശു മലയിൽ തനിയെ കയറിപ്പോയി. ശിഷ്യന്മാരെ എടുക്കുന്നതിന് മുമ്പ് രാത്രികാലം മുഴുവനും പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥനയിൽ? എന്തോ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അയ്യോ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. പലപ്പോഴും നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം, പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിക്കും. ചെക്ക് ചെയ്തു, ഒരു 5 മിനിറ്റ് അപ്പോട്ട് 2 മിനിറ്റ് യേശു ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനുള്ള സാവകാശമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രാർത്ഥിച്ച വിഷയം മൾട്ടിപ്ലൈ ചെയ്ത് വിഷമമാക്കി കൂട്ടിയേക്ക് അത് യേശു ഉത്തരം തരുന്നത് കേൾക്കാത്തതിനാൽ കുറച്ച് ദിവസത്തേക്ക് കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയുമോ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായില്ലെന്ന്. കാരണം എന്താ? ദൈവം പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടില്ല. അത് കേൾക്കണമെങ്കിൽ അതിന് വേറൊരു തലമാണ്. അതുകൊണ്ടാണ് ഒരു ഗുണം 2 പേര് പ്രാർത്ഥിക്കാൻ പറയും. എനിക്കൊക്കെ പ്രാർത്ഥന ഒത്തിരി പ്രയാസമുള്ള വിഷയത്ത് അതിന് പറ്റിയ ഒരാൾ എന്നെ കാണാൻ വരും. ചിലപ്പോൾ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ചിലപ്പം വേറെ പ്രാർത്ഥനാ കൃപയുള്ളവർ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുന്ന ഉടനെ അവർ വിഷയം വചനത്തിൽ തിരിച്ച് ഇങ്ങോട്ട് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. പലപ്പോഴും നമ്മുടെ ഈ ആകുല ചിന്തയിൽ നമ്മൾ ദൈവം പറയുന്ന ഉത്തരം കേൾക്കുന്നില്ല. ദൈവം സ്നേഹമാണ്, ക്ഷമയാണ്, അവൻ ഉത്തരം തരുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ കേൾക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, എൻ്റെ ചെവി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം. ലെറ്റ് ദ ഇയർ ബി ഓപ്പൺഡ്. എഫത്ത, തുറക്കട്ടെ. ദൈവം ഉത്തരം തരുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന സ്വർഗത്തിൽ അയച്ചിട്ട് അതിന് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഇല്ല. യെസ് ഓർ നോ ഓർ വെയിറ്റ്, എന്തെങ്കിലും ഒരു ഉത്തരം അന്നേരം തരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലേ. മക്കൾ അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കും. ചില അപ്പന്മാർ ഉടനെ ഉത്തരം തരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും, സാരമില്ല, അപ്പൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഈസ് തിങ്കിങ് എങ്ങനെയാണ് അതിനൊരു ഉത്തരം തരുന്നത്. അതുപോലെ തന്നെയാണ് പിതാവാം ദൈവം. നമ്മൾ ചോദിക്കുന്ന എല്ലാം തരണമെന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് ദൈവാത്മാവിനെയാണ്. കാരണം ദൈവവും ഞാനും കൂടെയുള്ള ബന്ധം കറക്റ്റ് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഹീസ് എ ഹോളി ഗോഡ്. ആ ദൈവത്വത്തിൻ്റെ ആത്മാവ് എന്നിൽ വരാതെ നമുക്ക് ദൈവവുമായിട്ട് മനസ്സിലാക്കാനൊക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ നേടുന്നവർ അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രാർത്ഥിച്ച് മക്കൾക്ക് ഒത്തിരി കാര്യം നേടിയിട്ടുണ്ടെങ്കിലും മക്കൾ നേരിട്ട് യേശുവിനെ കാണുന്നില്ല എങ്കിൽ അത് പലപ്പോഴും ആപത്തായി മാറുന്നുണ്ട്. കാരണം അവർ ആ വേദന അറിയുന്നില്ല. ഒരമ്മ കിടന്ന് അല്ലെങ്കിൽ ഒരപ്പൻ പുറയുന്ന എന്തുമാത്രം പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അത് സ്വരൂപിച്ച് മക്കൾക്ക് കൊടുക്കുമ്പം ഇന്നത്തെ മക്കൾക്ക് അതിന് വിലയില്ല. ബിക്കോസ് വി നെവർ ഗെറ്റ് ദം ഇൻവോൾവ് ഇൻ ദ സ്ട്രഗിൾ. നമ്മൾ ഈ പുറകിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരെ ഒന്നാമത് അവർക്ക് കേൾക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ അവരെ കാണിച്ചു കൊടുക്കാതെ പൊതിഞ്ഞ് നമ്മൾ മക്കളെ വളർത്തുന്നത് കൊണ്ട് ഈ മക്കൾ ഇപ്പം ഈ മക്കളെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ സ്റ്റഡി നടത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത്, അതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തതാണ്, എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നു കൊച്ചു പൈതങ്ങളെ വീട്ടിലെ ചോർസ്, അതായത് വീട്ടിലെ കാര്യങ്ങൾ ചെറുതും വലുതുമായത് അവരെ കൊണ്ടുകൂടെ ചെയ്യിപ്പിച്ചു പഠിപ്പിച്ചാൽ അങ്ങനെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മിടുക്കരായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്നത്. ഒന്നും കൊടുക്കാതെ മോനെ പഠിച്ചോ എന്ന് പറഞ്ഞ് വായിക്കാത്ത ഭക്ഷണം വരെ വാരി കൊടുക്കുന്ന അമ്മമാരുണ്ട്. അതൊക്കെ നിർത്തിയേച്ച് കുറച്ചും കൂടെ അമ്മയായിട്ട് ജീവിപ്പിക്കാൻ അവരെ അമ്മ എന്നുള്ള പദവി ഉപയോഗിച്ച്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിക്കണം. 2 വചനപ്രകാരം പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. സകല കാര്യം ദൈവഹിതമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കണമെന്നും, അല്ലാതെ വേണ്ട എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 പറയുന്നത് ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്, അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത്
താങ്ക്സ് ഗിവിങ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 11 അപ്പന്മാർ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല, മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ സ്കോർപ്പിയൻ കൊടുക്കത്തില്ല. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പിതാവാം ദൈവം എത്രയധികം തൻ്റെ ആത്മാവിനെ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആരുടെ? ദൈവത്തിൻ്റെ. അത് വേണമെന്ന് ആഗ്രഹിക്കണ്ടേ? അപ്പോൾ അതായത് എൻ്റെ അപ്പനിൽ നന്മയുണ്ടെന്നും ഈ അപ്പൻ്റെ നന്മയാണ് എൻ്റെ നന്മയുടെ ഉറവിടമെന്നും ഈ നന്മ എനിക്ക് അനുഭവിക്കണമെങ്കിൽ ഈ പിതാവിൻ്റെ അടുക്കൽ ചെല്ലണമെന്നും ആരും പഠിപ്പിക്കുന്നില്ല. അതിന് പകരം കുറുക്ക് വഴിയാണ്. അത് തന്നെയല്ലേ ചെയ്തത്. ലൂസിഫറിന് സകലമത ശക്തിയും, അത് പാട്ട് പാടാനുള്ള കഴിവ്, വർഷിപ്പ് ലീഡർ, പിന്നെ എന്നാ അവിടെ ദൈവത്തിൻ്റെ അടുക്കലിരിക്കാനുള്ള കഴിവ്, അത് എല്ലാ കഴിവും സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ലൂസിഫർ പോലും ചിന്തിച്ചു, എന്താണ്, എനിക്ക് ദൈവത്തെ പോലെയാണ്, ദൈവമാണ്, ഞാൻ ഉത്തരഗിരി കയറിയിരിക്കണം, ചിന്തിച്ചപ്പോഴേ എടുത്ത് താഴെ ഇട്ടു. അതേ ചിന്തയാണ് മക്കളെ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ, അതായത് പറഞ്ഞ് വടിയെടുത്ത് അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് കാര്യസഹിതം പറഞ്ഞുകൊടുത്തു വളർത്തുന്നില്ല എങ്കിൽ അവരെ കൊണ്ട് ഒരു പ്രയോജനം അവർക്കുണ്ടാകാൻ പോകുന്നില്ല, നമുക്കുണ്ടാകാൻ പോകുന്നില്ല, സൊസൈറ്റിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ പറഞ്ഞു കൊടുക്കാനുള്ള രീതി അറിയാൻ വയ്യ എന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ അതിന് പരിശുദ്ധാത്മാവ് വരണം. എപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമോ അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. വചനപ്രകാരം അവലാതി മാറും. വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ കർത്താവിൻ്റെ വിശുദ്ധ രക്തമൊഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് കർത്താവിൻ്റെ സകല കാര്യങ്ങളും ദൈവഹിതമാണെങ്കിലേ കിട്ടാവൂ എന്ന് വെച്ച് പ്രാർത്ഥിക്കും. അത് വളരെ പ്രധാനമാണ്. ദൈവഹിതമല്ലാത്തത് അഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മക്കൾ പറയുമ്പോൾ അത് പ്രയാസമാണ്. മക്കൾ ജോലിക്ക് പോകുമ്പം പറയും, ഞാൻ ഇന്നത് അത് ചെയ്ത് ഞാനും അങ്ങ് പോവുക, രാത്രി പോവുക, പിന്നെ ഞാൻ തിങ്കളാഴ്ച കാണത്തുള്ളൂ, വീക്കെൻഡ്. നമ്മളൊക്കെ സമ്മതിക്കാം പോയിച്ച ഒരു കൂട്ടുകാരന്. പക്ഷേ എങ്ങനെയാണെന്ന് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവർ ഔട്ട് ഓഫ് കൺട്രോളായി മാറും. പിന്നെ അതിനോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഉരുകി പ്രാർത്ഥിച്ച് കഴിയുമ്പം മാനസാന്തരം കൊടുത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ അത് നല്ലത്. അപ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നത്, അഭിഷേകം വരണ്ടു പോകരുത്, ചോർന്നു പോകരുത്, വറ്റിപ്പോകരുത്. അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേക എണ്ണയായിട്ട് കാണണം. അതായത് അഹറോൻ്റെ തലയിൽ വിശുദ്ധ തൈലം ഒഴിച്ചതുപോലെ തന്നെ ദൈവം നമ്മുടെ തലയിലും നമ്മുടെ മക്കളുടെ തലയിലും അഭിഷേക തൈലം ഒഴിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കണ്ടാൽ അത് സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുക, കർത്താവേ അവരുടെ മേലെ അഭിഷേക തൈലം ഒഴിക്കണമെന്ന്. ദൂരെ മാറി നിൽക്കുന്ന മക്കൾ അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടനടി ഉത്തരം കിട്ടുന്നില്ല എങ്കിലും ഈ അഭിഷേകത്തിനകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ശത്രു നശിപ്പിക്കത്തില്ല. അത് നമുക്ക് കഴിയുമല്ലോ. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും പ്രയാസം. അപ്പം നമ്മൾ ഓരോ സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ അതാണ് ഇതോ കഷ്ടമൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട്, എങ്ങനെ വന്നാലും ദൈവം ഇത് ചെയ്യുമെന്ന്. ആ ഉള്ളിൻ്റെ ഉള്ളിലെ ഉറപ്പാണ് എത്ര പ്രശ്നമൊക്കെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മളെ യേശുവിൽ തന്നെ ചെന്ന് നിൽക്കുന്നത്. പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് വിശ്വാസമില്ലെന്നല്ല, അവർക്ക് വിശ്വാസമുണ്ട്. അവരൊറ്റ വചനത്തിൽ ഉറച്ചു നിൽക്കും. നമ്മുടെ വീട്ടിൽ 100 വചനം വേണ്ട, നമുക്ക് 100 എണ്ണം വേണം. പുരുഷന്മാർക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. ഐ വിൽ നെവർ ലീവ്. അവൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള പ്ലാന്, എൻ്റെ പദ്ധതി തിന്മയ്ക്കല്ല നന്മയ്ക്ക് തന്നെ. യെരമ്യാ 29:11. വെറുതെ പറയുന്നത്, ഞാനത് ചെയ്ത് തരുമെന്ന് ദൈവം ഉറപ്പ് തന്ന് അവർക്കുണ്ടെങ്കിൽ അതേ തന്നെ അവർ നിൽക്കും. നമ്മളോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് അതുകൊണ്ട് ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനാ ശൈലി ശരിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഉത്തരം കിട്ടാത്തത്. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ. ഞാൻ ഈ വാക്യം യെരമ്യാ 29:11, ഇത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എടുത്ത് വായിപ്പിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഇത് കാണാൻ പഠിക്കേണ്ടതാണേ. യെരമ്യാ 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും
ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സേവിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. പോരെ? ഇത് ഒരൊറ്റ വാക്യം എടുത്തിട്ട് ഒരു 10 പ്രാവശ്യം ദിനം പ്രതി പറഞ്ഞാൽ പോരെ? വായിച്ച് കർത്താവ് ഈ വചനം അയക്കുന്നു, ഈ വചനം അയക്കുന്നു, ഈ വചനം അയക്കുന്നു, ഞാൻ മക്കളുടെ മേലെ, വിഷയത്തിൻ്റെ മേലെ, ശുഭം. പിന്നെ നമുക്കൊന്നും അറിയാം, ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം, ഇത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് വേറെന്തോ വലിയ പ്ലാനുണ്ട്, ഇത് പോയെങ്കിൽ പോട്ടെ. കാരണം നമുക്കതിനകത്ത് നീരസം തോന്നൂല. നമ്മളെ ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു. കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു. ഈ ഐക്യമത്യത, ഏക മനസ്സ് കിട്ടാൻ എൻ്റെ പൊന്നെ എന്തൊരു പാടാന്നറിയാമോ? ഭാര്യ ഭർത്താക്കന്മാരിൽ പലപ്പോഴും ഇല്ല പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ. നമ്മൾ വീട്ടിൽ നമുക്ക് കുറേ ആവശ്യമുണ്ട്. വീട്ടിൽ ആരെങ്കിലും നമുക്ക് കിട്ടാനുള്ള പണം കിട്ടി, കുറച്ച് സംഭവമായിട്ട് 5 ലക്ഷം രൂപ ഒരാൾ കൊണ്ടു തന്നിരിക്കട്ടെ, മനസ്സുകൊണ്ട് ചിന്തിക്കും. ഭർത്താവ് അത് എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ അത് മാറ്റുക. നമ്മളുടനെ വിചാരിക്കും, ഇത് അടുക്കളയിൽ അത് മാറ്റണം, ഈ സാധനം ഉണ്ടാക്കി വെക്കണം, അവിടുന്ന് അത് ഫ്രിഡ്ജ് വാങ്ങിച്ച് വെക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത് നമുക്ക് തന്നില്ലേ നമുക്ക് എന്നോ ദേഷ്യമാണെന്നറിയാം. ഇത് ചെറിയ കാര്യം, ഒരു എക്സാമ്പിളാണ്. ഇത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, 2 പേർ ഐക്യമത്യപ്പെട്ടാൽ, ഈ 2 പേർ ഐക്യമത്യപ്പെട്ടാൻ പലപ്പോഴും കിട്ടാത്തപ്പോഴാണ് സ്ത്രീകൾ വേറെ സ്ത്രീകളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അതും ദൈവം കേൾക്കുന്നു. പുരുഷന്മാർ തന്നെത്താനെ എപ്പോഴും പ്രാർത്ഥിക്കും. അവർ 2 പേര് അവരുടെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്നുകിൽ അവർക്ക് ഈ ഉറപ്പുള്ള വിശ്വാസം, അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്താണേലും പ്രാർത്ഥന ജീവൻ കൊണ്ടുവരേണ്ടതും, അതായത് സ്ത്രീകൾക്കാണല്ലോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞിനെ, അമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞിനെ 9 മാസം വഹിച്ച് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ പിന്നെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരമ്മയ്ക്കേ കഴിയത്തുള്ളൂ, ഒരപ്പന് കഴിയൂല. അവരെ അതിനെ എക്സ്പെക്റ്റ് ചെയ്യണ്ട. അതുപോലെ തന്നെ കർത്താവ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. മത്തായിയുടെ സുവിശേഷം 18:19 മുമ്പേ പറഞ്ഞത്, 2 പേർ ഐക്യമത്യപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ. അതുപോലെ ഭൂമിയിൽ നമ്മൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അപ്പോൾ പ്രാർത്ഥനയ്ക്കൊരു സന്തോഷം വരുന്നത് വെച്ചാൽ, ഒരാൾക്ക് നിരാശയാണെങ്കിൽ മറ്റേ ആൾ വരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അത് പ്രാർത്ഥിച്ച് കിട്ടുമെന്നേ. ഒരു 10-21 ദിവസം ഇതേ തന്നെ വിഷയം എടുത്ത് നമുക്ക് 2 പേർക്കും പ്രാർത്ഥിക്കാം, തീർന്നില്ലേ? എന്തൊരു സന്തോഷം. അതാണ് ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പിൽ ഞങ്ങൾ കാണുന്നത്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവിടെ ഞങ്ങൾ ചോദ്യം ചെയ്യത്തില്ല. ചോദ്യം ചെയ്യാതെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിക്ക വിഷയങ്ങൾക്കും ഉടനടി ഉത്തരം കിട്ടിയില്ല എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ആ ദൈവ സമാധാനം നിങ്ങളെയും ഭരിക്കട്ടെ. പ്രാർത്ഥന ഒരു സന്തോഷമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് സന്തോഷത്തോടെ നിൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ. അത് അവിടെ ഒരു വാക്യം ദയാത്മ ഓർപ്പിക്കുന്നത്, അവിശ്വാസമുള്ളൊരു ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാൻ വരല്ലേ. അതൊരു ദുഷ്ടഹൃദയമാണ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് കർത്താവ് നമ്മുടെ മനസ്സ് നോക്കും കേട്ടോ. കർത്താവ് തരും. അത് ആ ഒരു തരുമെന്നുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ 2 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 പേര് സ്ത്രീകൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത് നേടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ ലെവലിലേക്ക് കയറുക. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് ഇറങ്ങി വരാവൂ. അല്ലാതെ കിട്ടുമോ എന്ന് പിന്നെയും ചോദിക്കരുത്. ദ ജോയ് ഓഫ് പ്രെയർ. ദൈവത്തിൻ്റെ പ്രാർത്ഥന എടുക്കാൻ എനിക്ക് ചോദിച്ചാൽ തരുന്ന ഒരു ദൈവമാണെന്നും പറഞ്ഞ് കടന്നുചെല്ല്. പ്രാർത്ഥിക്കാം നമുക്ക്. നാഥ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ വരാൻ ഒരു കൃപ തരണം. ഏതൊരു കാര്യത്തിലും പ്രാർത്ഥന ഇല്ലാതൊരു കാര്യത്തിന് മുൻപോട്ട് കാലുവെക്കാൻ ഞങ്ങളെ വിടരുത്. ഞങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരോട് വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള വിനയം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വിളിച്ച് മമ്മി പ്രാർത്ഥിക്ക് എന്ന് പറയാനുള്ള വിനയം ഇട്ട് കൊടുക്കണം. ഞങ്ങളെ മക്കളോട് പ്രാർത്ഥിക്കുക എന്ന് പറയാനുള്ള ഒരു വഴി തുറന്നു തരണം. ആരും ചെറുതോ വലുതോ എന്നില്ല, 2 പേർ ഐക്യമത്യപ്പെടണം. അത് കൊച്ചു പിള്ളേർ പലപ്പോഴും വന്നിരുന്ന് ഐക്യമത്യപ്പെട്ടാലും അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയവരെ 2 പേരെ യോജിപ്പിച്ച് വചന അടിസ്ഥാനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുമെന്നുള്ള വിശ്വാസവും സന്തോഷവും നീ ഞങ്ങൾക്ക് തരണം. അത് കൊച്ചു പൈതങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. 4 വയസ്സോ 5 വയസ്സുള്ള ഒരു പൈതൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഈശോപ്പച്ചൻ അത് തന്നു എന്ന്. അത് വിശ്വസിക്കാനുള്ള ഹൃദയം ഉണ്ടായാൽ മതി.
ശിശുക്കളെ പോലെ ആയി നിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവയ്ക്കെല്ലാം നീ ഉത്തരം തരുന്നൊരു ദൈവമാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ വന്നു പറയാനും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഓടി വരാനും ഞങ്ങൾ എന്തെല്ലാം മറച്ചു വെച്ചാൽ അവയെല്ലാം അറിയുന്ന ഒരു ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി വന്ന് നിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാനും ഒരു കൃപ തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നീ ഉത്തരം തരുമെന്നുള്ള സന്തോഷത്തോടുകൂടി ഇന്നു മുതൽ നീ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള കൃതി. എപ്പോഴാണ് സന്തോഷിക്കുന്നത് അപ്പച്ച? നിന്നിലൊന്ന് സന്തോഷിക്കാനുള്ള ഒരു വരം ചോദിച്ചു വാങ്ങിക്കുക. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും തരണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പലപ്പോഴും ഞാൻ ആളുകളെ കാണുമ്പം അവരുടെ ആത്മാവ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഞാൻ കാണാറുണ്ട്. പുറമേയുള്ള ജഡം അതിന് വിപരീതമാണെങ്കിലും അന്തരാത്മാവ് അത് പറയുമ്പം അത് മനസ്സിലാക്കി പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന സകല ശക്തികളെയും കർത്താവിൻ്റെ യേശുവിൻ്റെ പൊന്നുനാമത്തിൽ അതിനെ ഞങ്ങൾ ബന്ധിക്കുന്ന അപ്പച്ച. എന്നാൽ ഞങ്ങൾക്ക് അനുകൂലമായതിനെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വരട്ടെ അപ്പച്ച. ഞങ്ങളുടെ മക്കളെയൊക്കെ നിൻ്റെ അരയ്ക്ക് കൊണ്ടുവന്ന് കെട്ടിവെക്കുക. അവരുടെ ആത്മാക്കൾ ഭാര്യാഭർത്താക്കന്മാരുടെ മക്കളെയൊക്കെ യേശുവിൻ്റെ സ്നേഹത്തോട് കെട്ടിവെക്കുന്നു. ഞങ്ങളും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട് എന്ന് ദിനംപ്രതി പറയാൻ, ദിനംപ്രതി അതിശയം തരുന്ന ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ശക്തി തരണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.